വെൽക്കം ബാക്ക് ടു ആർക്കിടെക്ട്സ്. മിസ്സേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ക്രിസ്മസ് എക്സാം തൊട്ടടുത്തങ്ങ് എത്തി. ഇനി മണിക്കൂറുകളുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യില്ല എന്ന് വേണം നമുക്ക് പറയാം, അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ സുവോളജി നോക്കാം. അപ്പൊ സുവോളജി ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പൊ എല്ലാ ഹോർമോണിന്റെ എന്ത് പഠിക്കണം? സോഴ്സ് പഠിക്കണം. സോഴ്സ് അറിയണം, അതിന്റെ ഫംഗ്ഷൻസ് അറിയണം. എല്ലാ ഹോർമോണിന്റെ സോഴ്സ് അറിയണം, ഫംഗ്ഷൻ അറിയണം. LH, FSH, ഈസ്ട്രജൻ, പ്രോസ്റ്റോൺ, ടെസ്റ്റോസ്റ്റെറോൺ, കുറെ ഹോർമോൺ ഉണ്ടല്ലോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്താ? ഈസ്ട്രജൻ സ്പെർമാറ്റോജെനസിസും oogenesis. എല്ലാവർക്കും അറിയാം മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ പഠിക്കേണ്ടത് കുട്ടികൾ എക്സാമിന് പോകാറില്ല. ഓക്കെ, അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ലാസ്റ്റ് ടോപ്പിക് ആണ് കൊളസ്ട്രോൾ ചോദിക്കാറ്. ഇത്രയാണ് ഹ്യൂമൻ റിപ്രൊഡക്ഷനിൽ ഇത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ഇതെന്തായാലും എക്സാം ചോദിക്കും. അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റീപ്രൊഡക്റ്റീവ്. നമ്മൾ എപ്പോഴും പറയാറുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, എസ്പെഷ്യലി IUD ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഒരു 1000 സ്റ്റാർ ടോപ്പിക് ആണ് IUD. ഓക്കെ, സർജിക്കൽ മെത്തേഡ്സും ചോദിക്കാറുണ്ട്. സഹേലി എപ്പോഴും എക്സാം ചോദിക്കുന്ന ഒരു ഡ്രഗ് ആണ് സഹേലി. പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റ് ഡിസീസ് ചോദിക്കാറുണ്ട്. ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയും ചോദിക്കാറുണ്ട്. ഇത്രയാണ് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ മെയിൻ ടോപ്പിക്സ്. നെക്സ്റ്റ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്തായാലും സെക്സ് ഡിറ്റർമിനേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, മെന്റൽ ഡിസോർഡറും ക്രോമസോമൽ ഡിസോർഡേഴ്സും, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടേഴ്സ്, ഫീനൽകീറ്റോണുറിയ, അങ്ങനത്തെ കുറെ അസുഖങ്ങളുണ്ട്. അതൊക്കെ പഠിക്കണം. പിന്നെ ലോ ഓഫ് ഡോമിനൻസ് അറിയണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതുപോലെ കോ ഡോമിനൻസ്. ഇത് ഭയങ്കര 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 ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഇത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ഇത് മിസ്സായി കഴിഞ്ഞാൽ മിക്കവാറും ഈ ചാപ്റ്ററിന്റെ ഒരു ക്രക്സ് പാർട്ട് അങ്ങ് പോയി പോകും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഒരു വലിയൊരു ചാപ്റ്റർ നമ്മൾ ചെറുതാക്കിയിട്ട് ഇത്ര ആക്കിയിട്ടുണ്ട്. പാക്കേജിംഗ് ഓഫ് DNA, ന്യൂക്ലിയസ് ഓഫ് സ്ട്രക്ചർ അറിയണം. ഓക്കെ, ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ്, ഹെർഷ്യൻ ചേസ് എക്സ്പെരിമെന്റ്സ് കുറെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഈ 2 എക്സ്പെരിമെന്റ് എന്തായാലും അറിയണം. സെൻട്രൽ ഡോഗ്മ ഓഫ് ജെനറ്റിക്സ്, ഇതൊരു 1000 സ്റ്റാർ ആണ്. ഇതിലെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ 3 സ്റ്റെപ്പും അറിഞ്ഞിരിക്കണം. സ്റ്റോപ്പ് കോഡും എക്സാം ചോദിക്കാറുള്ളതാണ്. ഇനിഷ്യൽ കോഡും ചോദിക്കാറുണ്ട്. ലാക്കോപ്രോൺ, ഹ്യൂമൻ ജീനോം പ്രൊജക്ട്, DNA ഫിംഗർ പ്രിന്റിംഗ്. ഇത് ലാക്കോപ്രോൺ എന്തായാലും ചോദിക്കും. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിലും DNA ഫിംഗർ പ്രിന്റിലും ഏതെങ്കിലും ഒന്ന് ചോദിക്കും. എന്തായാലും ആദ്യം നമ്മൾ പഠിക്കും. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇത്. കുട്ടികൾ പഠിച്ചു വരുമ്പോഴത്തേക്കും പെടുത്തുമ്പോൾ ക്ഷീണിക്കും. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഞാൻ കുട്ടികളോട് പറയാറുണ്ട് ആദ്യം എന്താണ് ഇവിടുന്ന് പഠിച്ചു തുടങ്ങും. ലാക്കോപ്രോണും ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റും DNA ഫിംഗർ പ്രിന്റും പഠിച്ചിട്ട് എന്താ ബാക്കി പഠിക്കാം. അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉഷാറായിട്ട് എന്താ മോളിക്കുലർ ബേസിസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എവല്യൂഷൻ, ഹോമോലോഗസ്, അനലോഗസ്. നമ്മള് സുവോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എവല്യൂഷനിൽ ഇമ്പോർട്ടന്റ് അല്ല. എന്റെ സുവോളജി ബയോളജി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹോമോലോഗസ്, അഡാപ്റ്റീവ് റേഡിയേഷൻ, ഹാർഡി വെയിൻബർഗ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അവർക്ക് ഈ ഹാർഡി വെയിൻബർഗ് പ്രിന്റ് ചെയ്യാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ അച്ചടിച്ചിട്ടില്ല കേട്ടോ. ഹ്യൂമൻ എവല്യൂഷന്റെ അതിന്റെ ഓർഡർ എന്താറുണ്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, എവല്യൂഷൻ കഴിഞ്ഞ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. നമ്മൾ അത്രയും വലിയൊരു ടോപ്പിക്കിനെ ചെറുതാക്കി എടുത്തിട്ടാക്കിയിട്ടുണ്ട്. ഡിസീസ് ആൻഡ് പാത്തജൻ. ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതൊരു 1000 സ്റ്റാർ ടോപ്പിക് ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്തായാലും അറിയണം. എയ്ഡ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എയ്ഡ്സ്. ഓക്കെ, ക്യാൻസർ പഠിക്കണം. പിന്നെ നാച്ചുറൽ ഡ്രഗ്സ് ആണ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡ്രഗ്സ്, ഇതും അറിയണം. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ആണത് മൈക്രോബ്സ്. മൈക്രോബ്സിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ചോദിക്കാറുണ്ട്, ബിവറേജ് ചോദിക്കാറുണ്ട്. ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഫ്ലോക്സ് ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ മൈക്രോബ്സ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്, ഇതും നമ്മളുടെ മൈക്രോറൈസ അതൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത് മൈക്രോബ്സ്. ഇത്രയാണ് നമ്മളുടെ സുവോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഇത് പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കേണ്ട ആരും എന്ത് ചെയ്യരുത്, എക്സാമുകൾ പോകരുത്. എന്നുവെച്ചാൽ പോകാണ്ടിരിക്കരുത്, എല്ലാവരും പോകണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നെക്സ്റ്റ്? ബോട്ടണി തുടങ്ങിയോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒരു വലിയ ചാപ്റ്റർ ചെറുതാക്കിയിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ +2 സുവോളജി ആണ് കൂടുതലായിട്ട് കോണ്ടന്റ്സ് പഠിക്കാനുള്ളത്. പക്ഷെ +2 ബോട്ടണി കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ +1 ബോട്ടണി കൂടുതലുണ്ട്. ആൻഡ് ഈ ഒരു വലിയ ചാപ്റ്ററിന് ഈ പറഞ്ഞ പോലെ വളരെ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് പോളൻ ഗ്രെയിന്റെ ഡിഫറെന്റ് ടൈപ്സും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതെല്ലാം ഒന്ന് ഓർത്തിരിക്കണം. അത് പലപ്പോഴും ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെഗാസ്പൊറാൻജിയം, നമ്മുടെ ഒവ്യൂള്, ഇതും ചോദിക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. പിന്നെ മെഗാസ്പോറോജെനസിസും ഇതേപോലെ ചോദിക്കാറുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പോളിനേഷൻ എല്ലാം, അതായത് വിൻ പോളിനേറ്റർ, വാട്ടർ പോളിനേഷൻ, അതെ. അപ്പൊ ആ ഏജൻസും അത്
റിപ്പീറ്റഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്, സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഫെർട്ടിലൈസേഷൻ വെരി 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 ഇമ്പോർട്ടന്റ്. അതെ, 1000 സ്റ്റാർ ടോപ്പിക് ആണ് ഡോക്ടർ പറയുന്ന പോലെ. അതെ, ഓക്കെ. പിന്നെ എംബ്രിയോന്റെ സ്ട്രക്ചറും ആ ഡയഗ്രാംസ് ഒക്കെ അതുപോലെ തന്നെ പഠിക്കണം. അത് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ പാർത്തനോകാർപ്പി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. വാട്ട് ഇസ് പാർത്തനോകാർപ്പി? ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും പോയിന്റ്സ് ആണ് അതിന്റെ അകത്ത് റിപ്പീറ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ. ഇനി അടുത്തത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഇതിനകത്ത് കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എപ്പോഴും. യെസ്, അതിൽ അതിന്റെ എക്സാമ്പിളും ഈ കാര്യങ്ങളും എന്തിനാണെന്നുള്ളത് ആ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യവും പഠിച്ചിരിക്കണം. പിന്നെ റീകോമ്പിനന്റ് DNA ടെക്നോളജീസ് അഗൈൻ വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ സ്റ്റെപ്പും പ്രോസസ്സും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ക്ലോണിംഗ് വെക്ടേഴ്സ്, അതും ഇതേപോലെ ആ ക്വസ്റ്റ്യൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്തില്ല എന്ന് പറയുന്നത്. ഇത്രയും തവണ ചോദിച്ചിരിക്കുന്നതാണ് PBR 322. ആ ഒരു പിക്ചറും ആ ഡയഗ്രാം എല്ലാം ഓർത്തിരിക്കണം. ഓക്കെ. പിന്നെ ജെൽ ഇലക്ട്രോഫോറസിസ്, ഇത് 1 മാർക്കിന് വരാം, 2 മാർക്കിന് വരാം, 3 മാർക്കിന് വരാം, അങ്ങനെ ചോദിക്കുന്നതാണ്. ഇതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവലുണ്ട്. പിന്നെ ബയോ റിയാക്ടേഴ്സും അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും 1 മാർക്കിന് ചോദിക്കാറുണ്ട്, 3 മാർക്കിന് വിത്ത് ഡയഗ്രാം എപ്പോഴും അതെ കണ്ടിന്യൂസ്ലി ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ PCR പ്ലസ് 2 ചോദിക്കും, MBBS എല്ലാത്തിനും ചോദിക്കും. അത് ഇത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ PCR എന്നുള്ള ടോപ്പിക്കും. അത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. ആൻഡ് മൂവിംഗ് ടു ദ ആപ്ലിക്കേഷൻസ്, ബയോടെക്നോളജിന്റെ ആപ്ലിക്കേഷൻസ്. BT കോട്ടൺ കണ്ടിന്യൂസ്ലി ചോദിക്കുന്നതാണ്. BT കോട്ടൺ അതിന്റെ BT കോട്ടൺ അത്രയും ചോദിച്ചിട്ടുണ്ട്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് ഒക്കെ ചോദിക്കലുണ്ട്. പിന്നെ നമ്മുടെ ജീൻ തെറാപ്പി ADM ഇതും കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ട്രാൻസ്ജനിക് ആനിമൽസ്, അതിന്റെ എക്സാമ്പിൾസ്, അതിന്റെ യൂസസ്, എന്താണ് ട്രാൻസ്ജനിക് ആനിമൽസ്, ഇതും കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻസുലിൻ ഇതേപോലെ അതിന്റെ ആ ഒരു പ്രിപ്പറേഷൻ അത് മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കണം. ഞാനത് ഷോർട്ട് ആയിട്ട് ഇൻസുലിൻ മാത്രം കൊടുത്തതാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ. ആൻഡ് ബയോപൈറസി എന്താണ്, ആ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഇതോടുകൂടി ബോട്ടണി കഴിഞ്ഞു അല്ലേ? ഇതോടുകൂടി കഴിഞ്ഞു. അതാ പറയുക, ബോട്ടണി പ്ലസ് 2 ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതില് പോപ്പുലേഷൻ ഗ്രോത്ത്, അപ്പൊ പോപ്പുലേഷൻ ഗ്രോത്തിൽ തന്നെ ഈ എക്സ്പോണൻഷ്യലും ലോഗിസ്റ്റിക് ഗ്രോത്ത്, ആ ഗ്രോത്ത് കർവ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആണ്. പിന്നെ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ, അതും പാരസൈറ്റിസം, അതെല്ലാം ആ ഇന്ററാക്ഷൻസ് എല്ലാം ചോദിക്കാറുണ്ട്. അതിന്റെ എക്സാംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. എല്ലാരും ഇത് പഠിച്ചിട്ട് വേണം എക്സാമുകളിലോട്ട് പോകാൻ. ബാക്കി പഠിക്കേണ്ടതല്ല, ഇതെന്തായാലും പഠിച്ചിരിക്കണം. എല്ലാം പഠിക്കണം. അപ്പോ ഇങ്ങനെയുള്ള മറ്റുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.